ഇസ്ലാമിക വിശ്വാസപ്രകാരം കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും അതുപോലെ പാമ്പും പുലിയും സിംഹവും തേളും കടുവയും എലിയും പശു ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ. മലക്കാരാധിക്കപ്പെട്ടുകൂടാ, ജിന്നാരാധിക്കപ്പെട്ടുകൂടാ, ഔലിയാക്കൾ ആരാധിക്കപ്പെട്ടുകൂടാ, ദർഗപൂജ ചെയ്തുകൂടാ. സൃഷ്ടിയാണോ ആ സൃഷ്ടിയൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ. ഈശാ വാസ്യോപനിഷത്ത് എന്ന് പേരുള്ള ഒരു ഉപനിഷത്തുണ്ട്. ഈശാവാസ്യോപനിഷത്ത് 12ാമത്തെ ശ്ലോകം. എന്താ പറയണ അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൃഷ്ടികളിൽ ഒരാളെയും ആരാധിക്കരുത് സൃഷ്ടാവിനെ അല്ലാതെ. അത് പറയാണ് ഈശാവാസ്യോപനിഷത്ത്. ബാല മോനെ ജോർജെ ചിന്തിക്ക്. വേദഗ്രന്ഥം പറയാണെന്ത്? അന്തം തമഹ പ്രഭിശന്തിയേ സംഭൂദ്യമുപാസതേ തദോ ഭൂയൈവദേ യഹു സംഭൂദ്യാം രദഃ. ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഘോരാന്ധകാരമായ നരകത്ത് പോവും. എങ്ങനെ? എന്ത്? ഘോരാന്ധകാരമായ നരകത്ത് പോവും. ആര്? സൃഷ്ടാവിനെ അല്ലാതെ സൃഷ്ടിയെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും. പശുവിനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നതാണ് ഹൈന്ദവ വേദഗ്രന്ഥത്തിലുള്ളത്. ഞങ്ങൾ വായിച്ചു, ഞങ്ങളത് എല്ലാ സ്ഥലത്തും ജനങ്ങളോട് പറയുന്നു. അമ്പലത്തിൽ പോയിട്ട് ദേവീദേവനെ ആരാധിക്കുന്നവരോട് കെ പരമേശ്വരൻ പിള്ള എഴുതിയൊരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഹിന്ദുധർമ്മ പരിചയം. ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. അത് മേൽവിലാസമാണ്. ആ ഗ്രന്ഥത്തിന്റെ 21ാമത്തെ അധ്യായം 148ാമത്തെ പേജ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഹിന്ദുധർമ്മ പരിചയം എഴുതിയത് കെ പരമേശ്വരൻ പിള്ള. അധ്യായം 21, പേജ് 148, പാരഗ്രാഫ് 2, 1-2 വരി. ഇനി ഞാൻ പറയട്ടില്ലല്ലോ, നെറ്റിൽ അടിച്ചു നോക്കി ആ പുസ്തകം കിട്ടും. ഇപ്പൊ നോക്കിയാൽ മതി. ആ പുസ്തകത്തിൽ എന്താ പറയുന്നറിയോ? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. എന്താണ്? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുത്താലല്ലാതെ ഒരു പുൽക്കൊടി നീക്കാൻ സാധ്യമല്ല. ഓ, സമസ്തക്കാര് ശരിക്ക് കേൾക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. സമസ്തക്കാരെ, നിങ്ങൾക്ക് എന്തൊരു വാദമാണോ ഉള്ളത്, അതേ വാദാണ് ഹൈന്ദവ സഹോദരങ്ങൾക്കുള്ളത്. എന്ത്? ഒരൗലിയായിനും ഒരംബിയായിനും സ്വന്തമായി കഴിവില്ല. സാക്ഷാൽ അല്ല കഴിവ് കൊടുത്താലല്ലാതെ. ഇതേ വാചകം, ഇതേ ആശയം ഹിന്ദുധർമ്മ പരിചയത്തിൽ എങ്ങനെ വന്നു? അഥവാ ഹിന്ദുധർമ്മ പരിചയത്തിലുള്ള ആ വിശ്വാസം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു? മൊയ്തീൻ ശൈഖിനെ സ്വന്തമായി കഴിവില്ല. കെ പരമേശ്വരൻ പിള്ള പറയുന്നു, ഒരു ദേവനും ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല. ഒരു പുല്ല് നീക്കാൻ പോലും കഴിവില്ല, സാക്ഷാൽ പ്രപഞ്ചനാഥൻ കൊടുത്താലല്ലാതെ. ആ പ്രപഞ്ചനാഥനെ കുറിച്ച് ഋഗ്വേദം 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ പറയുന്നത് എന്താ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ബുധസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമു ദേവായ കശ്മൈ ദേവായ അഭിശാപിതേമാം. ഈ അണ്ടകടാകത്തെ മുഴുവനും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ, കാട്ടാറുകളെ, കാനനങ്ങളെ, അതുപോലെ എല്ലാറ്റിനെയും സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ഇരുട്ടും വെളിച്ചവും നൽകിയ നാഥൻ, ആ നാഥനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഋഗ്വേദം, ബൈബിളിലെ മാർക്കോസിലെ 12ാം അധ്യായം 29ാമത്തെ വചനം, ഷെമ്മ ഇസ്രായേല അഡോണായ് എലോഹിൻ അഡോണായഹ്. ഹീബ്രു ഭാഷയിലാണ്. ഹീബ്രു ഭാഷയിൽ പറയാണ് ഷെമ്മ ഇസ്രായേല. ഇസ്രായേൽ സമൂഹമേ കേൾക്കുക. വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ
യേശു ക്രിസ്തു അനുയായികളോട് പറഞ്ഞു, ഷമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ കേൾക്കുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ളുരിബ മസലും ഫസ്തമിഊ ലഹു, ഒരു ഉദാഹരണം ഇതാ പറയുന്നു, ഫസ്തമിഊ ലഹു, ശ്രദ്ധിച്ചു കേൾക്കണേ. ഖുർആന്റെ 22-ാം അധ്യായം 73, ഖുർആന്റെ 39-ാം അധ്യായം 17-18, ശ്രദ്ധിച്ചു കേൾക്കാൻ. ഇനിയോ മഹാഭാരതത്തിന്റെ ഭഗവത്ഗീതയുടെ തുടക്കമോ, ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അർജുനനെ വിളിച്ചിട്ട് പറയുന്നത്, നീ എന്റെ വാചകം ശ്രദ്ധിച്ചു കേൾക്കണം എന്നാ. എല്ലാരും പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാൻ. ഷമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ ശ്രദ്ധിച്ചു കേട്ടോ. അഡോണാ എലോഹിൻ, അഡോണാ യഹ്, യഹ് അഹദ്, അഹദ് ഏകം, സത് ബഹുദ വിപ്രാവദന്തി, യോ ദേവാ നാം നാമദാ ഏകേവ, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. എത്ര വ്യക്തമാണ്! ഏകം മേഘം, ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രകൃതൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ഏകൻ. ദൈവം ഏകനാണ്. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, ഇല്ലല്ലാ, വഹദായ, ഏകനായ അല്ലയല്ലാതെ, അവന്റെ വഹദാനിയത്ത് അതാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ എല്ലാരെയും സൃഷ്ടിച്ച ഒരു ദൈവാണെന്നും ആ ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളൂന്നും മാനവകുലം ഒരു തറവാട്ടിലെ അംഗങ്ങളാണ് എന്നും അല്ലേ? ഇന്നഹാദിഹി ഉമ്മത്തുകും ഉമ്മതൻ വാഹിദ വഅന റബ്ബുകും ഫഅബ്ദൂൻ. സൂറത്ത് മുഅ്മിനൂൻ 52-ാമത്തെ വചനം. തീർച്ചയായും നിങ്ങളുടെ സമുദായം ഒരേക സമുദായമാണ്, മാനവകുലം. അതേ ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ, ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. കനന്നാസു ഉമ്മതൻ വാഹിദ. സൂറത്ത് ബഖറ 213. മാനവകുലം ഒരച്ഛൻ്റെ അമ്മയുടെ മക്കൾ, ഒറ്റ തറവാട്ടുകാർ. ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാ നമ്മൾ. മനസ്സിലായോ? ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ മാനവകുലത്തെ ഒന്നിപ്പിച്ചു.